ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്, ഇവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, എന്നാ പിന്നെ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയത്. ജമന്തി, ഞാൻ പറയട്ടെ, നീ അതിന്റെ ഇടയ്ക്ക് നീ തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കാൻ നിൽക്കല്ലേ. എന്നാ പിന്നെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിയിട്ട് ഇവൾക്ക് കൊടുക്കാന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എന്നിട്ട് എന്ത് ഗിഫ്റ്റാ വാങ്ങാന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിരിക്കുമ്പോൾ ഇവൻ തന്നെയാണ് പറഞ്ഞ എന്നോട്, പിന്നെ എന്നാ പിന്നെ കനക ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഓഫീസിലെ മറ്റേ റാണിയെ കൂട്ടിപ്പോക്കോ, അപ്പോൾ അവളാണെങ്കിൽ ഈ സ്ത്രീകളുടെ ടേസ്റ്റ് എന്താന്നുള്ളത് അറിയും, അപ്പോൾ എന്താ വേണ്ട വെച്ചാൽ വാങ്ങിക്കും ചെയ്യാന്ന് പറഞ്ഞു. അവൾ എപ്പോഴും ഇട്ടുകൊണ്ട് വരുന്നത് നല്ല അടിപൊളി ഡിസൈനും സൗകര്യമൊക്കെ ഉള്ള സാരികളായിരിക്കും. അവൾ പോയാൽ ഡിസ്കൗണ്ടും കിട്ടും, അതുകൊണ്ടല്ലേ അവരുടെ കൂടെ പറഞ്ഞു വിട്ടത്. ഇതിലിപ്പോൾ എന്താ ഒരു കുഴപ്പം? എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എൻ്റെ കൂടെ വന്നതിൽ എന്താണ് ഒരു പ്രശ്നം? പറയടി ഇങ്ങോട്ട്, എന്താ കുഴപ്പം? എനിക്കൊരു സാധനം മേടിക്കണമെങ്കിൽ ഏട്ടനെന്തിനാ കണ്ട പെണ്ണുങ്ങളുടെ സഹായം? എനിക്കെന്താ വേണ്ടത് ഏട്ടൻ അറിയാൻ പാടില്ല. ഇത്രയും കാലമായിട്ട് ഞാൻ അവനോട് ചോദിച്ചാണ് ജയമന്തിയുടെ ടേസ്റ്റ് എന്താന്ന്. അപ്പൊ എനിക്കറിയാൻ പാടില്ല ആവോന്ന് പറഞ്ഞു. അതാ ഞാൻ റാണിനെ കൂടെ വിട്ടത്. ഏട്ടൻ എന്ത് മേടിച്ചോണ്ട് വന്നാലും ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കായിരുന്നല്ലോ. ശരി ശരി, എല്ലാം നന്നായിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു പെണ്ണിന്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്നുള്ള വിവരം ഇവിടെ വന്നിട്ട് ആരാ പറഞ്ഞത്? അതിവിടെ ഒരു പ്രമുഖനില്ലേ, പ്രമുഖൻ പറഞ്ഞതാ. അവന്റെ തല വലിഞ്ഞു പോയാ. ഇവനെന്താണ് ആമയെ തലാകത്തോട്ട് വലിക്കാൻ? നേരെ നോക്കടാ. ഞാൻ എൻ്റെ കയ്യും എൻ്റെ നാക്കും വെറുതെ വൃത്തികേടാക്കണം. അതെ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഞാൻ നാളെ പോകുമ്പോൾ അതങ്ങ് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കൊന്നും വേണ്ട, എന്റെ സമ്മാനം. ഓരോ കാര്യമുള്ളൂ. എന്നോട് പറ. എന്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ സന്തോഷമായിട്ട് പറയാനാ. അതെന്തിനു പറയുന്ന ആൾക്കറിയാലോ. പറയുന്ന അവളെ ചിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. നല്ല ഹാപ്പി ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ. സന്തോഷമായില്ലേ?